വളാഞ്ചേരി നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയും സമഗ്ര മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ളതുമാണ് ബജറ്റ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, ഏഴൂർ റോഡ്, തിരൂർ. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. നഗരസഭാ ഉപാധ്യക്ഷൻ KV ഉണ്ണികൃഷ്ണനാണ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. 73,24,52,203 രൂപ വരവും 55,40,52,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി 4 കോടി, ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലം വാങ്ങാൻ 3 കോടി, യുനാനി ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 10 ലക്ഷം, പുനരുപയോഗ ഊർജ പദ്ധതിക്കായി 10 ലക്ഷം, പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 ലക്ഷം, പുതിയ കുളങ്ങളുടെ നിർമ്മാണത്തിന് 10 ലക്ഷം, മാർക്കറ്റ് ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണത്തിന് ആദ്യഘട്ടമായി 10 ലക്ഷം, റോഡുകളുടെ പുനരുദ്ധാരണത്തിനും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനുമായി 5.7 കോടി, കുടിവെള്ള പദ്ധതിക്കായി 1 കോടി, തോടുകളുടെ നവീകരണം, നടപ്പാതകളുടെ നിർമ്മാണം പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 30 ലക്ഷം, റോഡുകളുടെ പുനരുദ്ധാരണത്തിനും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനുമായി 5.7 കോടി, കുടിവെള്ള പദ്ധതിക്കായി 1 കോടി, പട്ടികജാതി വിഭാഗങ്ങൾക്കായി വിവിധ പദ്ധതികൾക്കായി 1.86 കോടി, വനിതാ ഹെൽത്ത് ക്ലബിനായി 30 ലക്ഷം, ഷീ ടാക്സി പദ്ധതിക്ക് 5 ലക്ഷം. ഇങ്ങനെ പോകുന്നു. വകയിരുത്തൽ. വയോജനങ്ങൾക്കായുള്ള സഹായ ഉപകരണങ്ങൾ വാങ്ങാൻ 5 ലക്ഷം, വയോമിത്രം പദ്ധതിക്കായി 10 ലക്ഷം, ഡയാലിസിസ് ധനസഹായം ഉൾപ്പെടെ വിവിധ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി 99.2 ലക്ഷം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 25 ലക്ഷം തുടങ്ങിയവയും ബജറ്റിൽ ഉണ്ട്. 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും അതിലെ അതിയായ അഭിമാനത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും ഞാൻ ഈ സഭയ്ക്ക് മുമ്പാണ് സമർപ്പിക്കുകയാണ്. വളാഞ്ചേരി നഗരസഭയിലെ ഈ പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് ശേഷമുള്ള ആദ്യ ബജറ്റ് ഏറെ പ്രത്യാശയോടെ ഞാൻ ഈ സഭയിൽ സമർപ്പിക്കുകയാണ്. ജനങ്ങൾ നമ്മെ നൽകിച്ച വലിയ വിശ്വാസത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നഗരസഭയുടെ സർവോപരിമായ വികസനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണിത്. തുടർച്ചയായ വികസനം ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ പ്രാഥമിക ലക്ഷ്യം. അതിനാൽ തന്നെ മുൻ ഭരണസമിതി ആരംഭിച്ചതും എന്നാൽ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുമായ എല്ലാ ജനക്ഷേമ പദ്ധതികൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് അവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളി യോഗത്തിൽ അധ്യക്ഷയായി. വിവിധ ഭാരവാഹികളായ അഷറഫ് അമ്പൽത്തിങ്ങൽ, ചേരിയിൽ രാമകൃഷ്ണൻ, ഷാജിമോൾ, കെ ഷെരീഫ, നാജിയ ജംഷാദ്, TP അബ്ദുൽ ഗഫൂർ, മുജീബ് വാലാസി, സാജിദ, നൗഫൽ പാലാറ, പരപ്പിൽ രാജൻ, നഗരസഭാ സെക്രട്ടറി സീന, വാർഡ് കൗൺസിലർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.